ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഐറ്റം ഗ്രേവി മസാലയാണ് കേട്ടോ. കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മളെ കടുക്, ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളെ സവാള കട്ട് ചെയ്തത് ഒന്ന് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ഈവനിങ്ങിന് ഡിന്നറിന് വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. ദോശൻ്റെ കൂടെ ഇതുപോലൊരു മസാലയും കൂടി ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പുണ്യേ അപ്പോൾ നമ്മൾ സവാള ഒന്ന് പച്ചമണം മാറി കുക്കായി ചെറുതായിട്ട് ഒന്ന് വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് ചേർക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള മുളക് പൊടി നന്നായിട്ട് എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഒന്ന് മാത്രം ചേർത്തിട്ടുണ്ട്. ഇത്തിരി മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കറിവേപ്പില ഉണ്ടായിട്ടുണ്ടായിനി, അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത്. പിന്നെ നമ്മളെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടോ ലാസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ വിറകടുപ്പിൽ വെച്ച ഐറ്റംസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടോ. ദോശയൊക്കെ അതിൻ്റെ അടുക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഗ്യാസും ലാഭിക്കാൻ കരുതിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് മാറ്റി വിറകടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കാം. ഈ തക്കാളി, സവാള അതുപോലത്തെ ഐറ്റംസിൻ്റെയൊക്കെ പച്ചമണം മാറി ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെയാണ് നമ്മളെ കുഞ്ഞി ചെമ്മീൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചവെള്ളമൊക്കെ ഇങ്ങനെ കറികളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് പോയി പോകില്ലേ. അപ്പോൾ നമ്മളടുത്ത് നന്നായിട്ട് തിളച്ച വെള്ളം ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. തിളപ്പിച്ച വെള്ളം ഉണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് ഗ്രേവിക്ക് മാത്രം ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയിലേക്ക് ഒരു കറി വേണമല്ലോ, കുറച്ചൊക്കെ ഒരു ചെറുതായിട്ടൊരു കറി രൂപത്തിൽ വേണമെന്ന് എഴുതിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഗ്രേവി മസാല കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തൊന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാടൻ ചെമ്മീൻ ഗ്രേവി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ.